സോ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ മാച്ച് റിവ്യൂയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നേക്കണേ. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതിയില്ല ഇന്നലെ ഞാൻ മറ്റേ അമേരിക്കൻ്റെ മാച്ച് കണ്ടു. അതായത് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ AMD പറഞ്ഞ പോലെ, അമൽ മുഹമ്മദ് പറഞ്ഞ പോലെ ശരിക്കും USA ബെറ്റർ ആണോ അതോ മറ്റേ പിറകെയോ ഏതായിരുന്നു അത്, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞുകൂടാ. അവർ അത്രയും പൊട്ടയായി കളിച്ചതാണോ? ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്റ്റാറ്റ്സ് നോക്കിങ്ങൾ, ഇത് നോക്ക് ഡിഫെൻസീവിൻ്റെ അവിടെ മാത്രമാണ് അത് കിട്ടിയത്. എടാ, അതിൻ്റെ ഒപ്പം തന്നെ ഇവന്മാർ കളിച്ച കളി, അമേരിക്ക പല തവണയും ടീച്ചറുണ്ടാക്കി 4 ഗോള്. അതിലൊരെണ്ണം എക്സ്ട്രാ മിനിറ്റിലാണ് വന്നത്, ഒരെണ്ണം വളരെ ഏർലി ആയിട്ടാണ് അടിച്ചത്. ഇപ്പോൾ USA തന്നെ എന്താ പറയുക, USA ചിലപ്പോൾ ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ കുറച്ചധികം ഇതുണ്ടാക്കും കേട്ടോ. മറ്റേ 2022 മറ്റേ ഇവരുണ്ടാക്കിയില്ലേ മൊറോക്കോ, കുറച്ച് പണിയൊക്കെ നന്നിട്ടല്ലേ പോയേ, അതേപോലെ ആക്കും. കാനഡയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നോക്കാൻ വെച്ചാൽ അവർ അറ്റാക്കിങ് സ്റ്റാറ്റ്സാണ് നിങ്ങൾ കാണുന്നത്. അവർ അറ്റാക്കിങ്ങിൽ മാത്രമാണ് എന്താ പറയുക ഒരു ഇതായിട്ട് നിൽക്കണം. ഡിഫെൻസീവിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അമേരിക്കൻസ് നോക്കാൻ വെച്ചാൽ ഡിഫെൻസിൻ്റെ അവിടെ കുറച്ചുകൂടി നന്നായിട്ട് അവർ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. 1 ഗോള് മാത്രമേ കയറിയുള്ളൂ, പിന്നെ അവന്മാർ 4 ഇട്ട് കൊടുത്തു. പിന്നെ 6 യെല്ലോ കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 1 മാത്രം അമേരിക്കയ്ക്ക് കിട്ടിയുള്ളൂ. പിന്നെ 5 പിറകേക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയുന്നത് കാനഡയുടെ മാച്ചാണ്. കാനഡ മാച്ച് വളരെ സീരിയസ് ആയിരുന്നു. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിനെയും കാനഡയ്ക്കെതിരെ കളിച്ച രാജ്യമില്ലേ എന്തെങ്കിലും ആവട്ടെ, കാരണം എനിക്ക് അവരുടെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടണില്ല. എന്നെ എല്ലാവരും ശ്രമിക്കുക, കാരണം ഞാനൊന്ന് റെഡി ആയിട്ടൊന്നുമില്ല. ഇത് പെട്ടെന്നൊക്കെ എടുക്കണ വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്നും എല്ലാം കറക്റ്റായിട്ട് എല്ലാം ഒന്നും നോക്കി വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പനിയോടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം നേരം ഒന്നും സ്ക്രീനിൽ നോക്കിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മറ്റേ സംഭവമില്ലേ, മറ്റേ കളിച്ചിട്ട് നേടണത്, ആ ഒരു ടൈപ്പ് പെർഫോമൻസ് കാനഡയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ കരുതി കാനഡ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആണ് കാനഡയ്ക്കുള്ളത്. പക്ഷേ ഇവന്മാരൊരു ഗോൾ അടിച്ചിട്ട് മറ്റേ പാർക്ക് ദ ബസ് കളിച്ചു. കാനഡക്കാരല്ല, മറ്റേ ബോസേനിയോ ഇവർ ഭയങ്കരമായിട്ട് പാർക്ക് ദ ബസ് കളിച്ചു. കണ്ട, ഇവർ ഇങ്ങനെ കളിച്ചോട്ടെ, നമുക്ക് ഇഷ്യൂസ് ഇല്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഒരു ഡിഫെൻസീവ് ലൈൻ തന്നെയാണ്. എന്താ പറയുക, വളരെയധികം ഇതാണ്. പക്ഷേ കാനഡ ഭാഗത്ത് നോക്കാൻ വെച്ചാൽ ഗോൾ കീപ്പറൊക്കെ പല തവണയും പെനാൾട്ടി ബോക്സിൻ്റെ പുറത്ത് ബോൾ എടുക്കാൻ വേണ്ടി വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഡിഫൻഡേഴ്സിന് ഓടിയെടുക്കാൻ പറ്റുന്ന ബോളാണ്. ഇങ്ങനെ വന്നുകൊണ്ട് അവിടെ ഡേഞ്ചർ ആവാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നിട്ട് പോലും പുറത്തേക്ക് വരുന്നു. എന്തെങ്കിലും ആവട്ടെ കേട്ടോ, എന്നാലും ഒരു കംബാക്ക് പോലെ ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ. അതിൻ്റെ ഒപ്പം നമ്മുടെ സൗത്ത് കൊറിയേൻ്റെ ഒക്കെ കംബാക്ക് നമ്മൾ കണ്ടതാണ്. 2 ഗോൾ അടിച്ചാണ് കംബാക്ക് അടിച്ചത്. അങ്ങനത്തെ ഒരു മാച്ചായിരിക്കും കാനഡയുടെ എന്ന് ഞാൻ കരുതി. 2 ഗോൾ അടിക്കുന്ന കരുതി ആദ്യത്തെ ഒരു ഗോൾ കണ്ടപ്പോൾ. ഞാൻ പ്രഡിക്ഷൻ വരട്ടതാണ് 2-1 എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അങ്ങനെയൊന്നും പോയില്ല. 1-1 ഡ്രോയിലാണ് മാച്ച് അവസാനിച്ചത്. അപ്പോൾ ഞാൻ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഭാഗം നോക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വരാൻ പോണ മാച്ച് നോക്കാം. ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ഇന്ന് പുലർച്ചെ 3:30-ക്കാണ്. പിന്നെ ഖത്തറിൻ്റെ മാച്ച്. ഐ ആം വെരി എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ്. എടുത്ത് പറയേണ്ട കാര്യം, എനിക്ക് മറ്റേ ആളെ കാണാനാണ് കേട്ടോ. മറ്റേ കണ്ണൂരിലുള്ള മറ്റേ ചേട്ടൻ്റെ ഗെയിം പ്ലേ, ആളുടെ മാച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ മാച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ റെഡി ആയിട്ട് നിൽക്കണേ. മാത്രമല്ല, എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വി ആർ വെരി എക്സൈറ്റഡ് ഡ്യൂഡ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇറ്റലീൻ്റെ കാര്യം, ഇറ്റലി ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ ഇല്ലെങ്കിലും ആ ഒരു മിസ്സിങ് ആയിട്ട് ബാജിയൊക്കെ നമ്മുടെ മെക്സിക്കോൻ്റെ കളി കാണാൻ വന്നപ്പോൾ തന്നെ ഇറ്റലി ഇല്ലാത്തതിൻ്റെ വിഷമം നമ്മുടെ ഷൈജു ചേട്ടൻ പറഞ്ഞതാണ് കമൻട്രി ബോക്സിലിരുന്നിട്ട്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് നമുക്ക് കരുതാം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താ, ഓക്കെ,
ഗൈസ്, അമേരിക്കൻസ് ആർ ഗോയിങ് ടു കുക്ക്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അമേരിക്ക ഒരിക്കലും ഗ്രൂപ്പ് സ്റ്റേജ് പോലും ജയിക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ, തുർക്കിക്കെതിരുള്ള കളിയോടും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ അമൽ ഡേവിസ് പറയുന്നതും കേട്ടു. തുർക്കിക്കെതിരുള്ള കളി കഴിഞ്ഞിട്ടോടി നമുക്ക് നോക്കാം. അമൽ മുഹമ്മദ് ഓക്കെ, തുർക്കിക്കെതിരുള്ള കളി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കാരണം ഇവർ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഇതൊന്നല്ലെങ്കിലും തുർക്കിക്കെതിരെ എങ്ങനെയാണ് ഇവർ സ്ട്രോങ് തന്നെയാണ്. അർജൻറ്റീനനെ 2-1 തോപ്പിച്ചിട്ടുണ്ട്. ബ്രസീലിനെ എത്രയാ 1-0 തോപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് 2 വർഷം മുമ്പ് ബ്രസീലിനെ. ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷനിലാണ് അർജൻറ്റീനനെ പൊട്ടിച്ചത്. എന്നിട്ട് അവർ പോയിട്ട് അമേരിക്കയോടൊപ്പം തോറ്റു എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അവർ എന്താവും അറിഞ്ഞൂടാ. ഞാനൊക്കെ കരുതി അന്ന് ഒരു വേൾഡ് കപ്പിൻ്റെ മുമ്പ് അമേരിക്ക ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു 2002 വേൾഡ് കപ്പിന് മുമ്പ്. അന്ന് അമേരിക്കയുടെ ബോക്സിലേക്ക് കയറിയത് എത്ര ഓർമ്മ അമേരിക്കയുടെ ബോക്സിക്ക് 31-0 മാച്ച് അവസാനിച്ചത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം പകുതി അമേരിക്കൻ പ്ലേയേഴ്സ് പോലും 90 മിനിറ്റുള്ള ഒരു മാച്ച് മൊത്തത്തിൽ കളിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ടീമാണ് ഇപ്പോൾ യൂറോപ്യൻ ലെജൻസിനൊക്കെ അടിച്ചിടാൻ തുടങ്ങുന്നത്. യൂറോപ്യൻ ലെജൻഡായിട്ടുള്ള തുർക്കീനെ ഇനി എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. പിന്നെ ഇന്ന് രാത്രി ഖത്തറിൻ്റെ മാച്ച് ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ എനിക്ക് തീർച്ചയായും കാണണം. പിന്നെ 3:30 ബ്രസീലിൻ്റെയും മൊറോക്കോൻ്റെയും മാച്ച്, ഇത് ഞാൻ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഉറക്കം വരും ഗൈസ്. കാരണം എനിക്ക് 12:30 മാച്ചൊക്കെ കാണുമ്പോൾ വരെ എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് പനിയായ കാരണമാവും. അത് മാറ്റിയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ മാച്ച്. ഞാൻ മിക്കവാറും ഹൈലൈറ്റ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നാളെ പറയാം. നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻസിൻ്റെ പ്ലേ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. അറ്റാക്കിങ്ങിൽ ഡിഫെൻസീവിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ മാച്ചിൽ. കാരണം അവർ ഫുള്ളി അറ്റാക്കിംഗ് ആയിരുന്നു. ഇവരുടെ ഡിഫെൻസീവ് ലൈൻ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ 5 യെല്ലോ കാർഡും ഒരു റെഡ് കാർഡ് അമേരിക്കയ്ക്കൊക്കെ കിട്ടിയിട്ട് ഭയങ്കര അധികം സീനായിരുന്നു ഈ മാച്ച്. ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും കണ്ടിട്ടില്ല. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം മാച്ച് ഭയങ്കര ലേറ്റ് നൈറ്റിലായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ മോർണിംഗ് മാച്ച് ആയിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ എവിടെ നോക്കിയ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് ലാസ്റ്റ് ടൈമിലത്തെ കൂടെ കണ്ടു തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കത്തിൽ നിന്നിട്ടപ്പോൾ കണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയപ്പോൾ ഞാൻ വന്ന് കണ്ടതായിരിക്കണം. ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. കാരണം ഞാൻ എല്ലാ മാച്ച് റിസൾട്ടൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ കാനഡയുടെ മാച്ചിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ കണ്ടായിരിക്കും. ബൈ. അതെ, പറയാൻ മറന്നു, ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ച് എല്ലാവരും കണ്ടിരിക്കുക. ഇതൊക്കെ ഭയങ്കര നമ്മൾ പ്രൊഫഷണൽ രീതിയിലേക്കൊക്കെ പോണ പ്ലെയേഴ്സിനെ എൻ്റെ ഏജൊക്കെ ആയിട്ടുള്ള കുറച്ച് പേര് പ്രൊഫഷണലിലേക്ക് പോകണമെന്ന് കരുതുള്ളൂ. അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ മാച്ച് കാണുമ്പോൾ. നിങ്ങൾ അവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് വെച്ചോ. കാരണം അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. ബൈ. ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഉച്ചരിഞ്ഞ സമയത്താണ്. ഞാൻ ഉറക്കം പിന്നെ ഈ പനിയുടെ തലവേദന എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ. പിന്നെ ഒന്നുമില്ല, ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്തു. ബൈ.